വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ വാത്സല്യ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. വീണ്ടും ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പ്രസ്താവിപ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ചെയ്ത വിലപ്പെട്ട ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഭൂമിയിൽ നോക്കാമെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കർത്താവാകുന്ന ദൈവം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിനകത്ത് ഒന്നൊന്നായ ആകാശവും ഭൂമിയും സകലതും സൃഷ്ടിച്ചതെല്ലാം നല്ലത് എന്ന് എൻ്റെ ദൈവം കണ്ടു. എല്ലാത്തെയും സൃഷ്ടിച്ച ശേഷം നല്ലത് എന്ന് ദൈവം കണ്ടു. എന്നാൽ ഇത് സൃഷ്ടിച്ച് അന്ന് നല്ലതെന്ന് കണ്ട് ഇന്ന് നമ്മൾ കാണുന്നുണ്ട്. സൂര്യനെ കാണുന്നുണ്ട്, നക്ഷത്രങ്ങളെ കാണുന്നുണ്ട്, ചന്ദ്രനെ കാണുന്നുണ്ട്, ആകാശം കാണുന്നുണ്ട്, ഭൂമി കാണുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഈ ഭൂമിയിൽ. എന്നാൽ ഇതെല്ലാം തീക്കായി സൂക്ഷിച്ചിരിക്കുകയാണ്. അന്ന് ഈ ഭൂമിയിൽ ഇതെല്ലാം ദൈവം സൃഷ്ടിച്ചു. എന്നാൽ ഈ സൃഷ്ടിച്ച സകലതും വരുന്ന നാളിൽ ഇപ്പോഴെ തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. തക്ക സമയമാകുമ്പോൾ, കർത്താവിൻ്റെ സമയമാകുമ്പോൾ ഇതെല്ലാം കത്തി എരിഞ്ഞ് അമരും. ഇതൊന്നും ഇല്ലാണ്ടായിത്തീരും. ആകാശത്തെ നോക്കി വിളിക്കുമ്പോൾ ആകാശം പറയുന്നു, എന്നെ നോക്കരുത്, എന്നെ സൃഷ്ടിച്ച ഒരുവൻ മുകളിലുണ്ട്. ഭൂമിയെ നോക്കുമ്പോൾ ഭൂമി പറയുന്നു, എന്നെ നോക്കണ്ട, എന്നെ സൃഷ്ടിച്ച ഒരുവനുണ്ട്. സൂര്യനെ ആൾക്കാർ നോക്കി വിളിക്കുമ്പോൾ സൂര്യൻ പറയുന്നു, എന്നെ അല്ല വിളിക്കേണ്ടതിൻ്റെ മുകളിൽ എന്നെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്. അപ്പോൾ സകലതും അവയ്ക്കറിയാം, അവയെ സൃഷ്ടിച്ചതാരെന്ന് അവയ്ക്കറിയാം. സസ്യങ്ങൾക്കറിയാം, വൃക്ഷങ്ങൾക്കറിയാം, കടലിലെ വെള്ളത്തിനറിയാം, തിമിംഗലത്തിനറിയാം, സകലത്തിനും അറിയാം തൻ്റെ സൃഷ്ടാവ് ആരെന്ന്. കാട്ടിലെ മൃഗങ്ങൾക്കറിയാം, പക്ഷികൾക്കറിയാം, ഇഴജാതികൾക്കറിയാം, പിന്നെയോ വൃക്ഷങ്ങൾക്കറിയാം. സസ്യങ്ങൾക്കും വൃക്ഷങ്ങൾക്കും പക്ഷികൾക്കും എല്ലാത്തിനും അറിയാം തന്നെ സൃഷ്ടിച്ചത് ആര്, ആ സൃഷ്ടാവ് ആര്. അവ ഓരോ സെക്കൻഡും ദൈവത്തെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അവ ദൈവത്തെ സ്തുതിക്കുക മാത്രമല്ല, ഞങ്ങളെല്ലാം സൃഷ്ടിയാണെന്നും ഞങ്ങളെല്ലാം ദൈവം സൃഷ്ടിച്ചതാണെന്നും തീക്കായി സൂക്ഷിച്ചിരിക്കുന്നുവെന്നും അവയ്ക്കറിയാം. ഈ തീക്കായി സൂക്ഷിച്ചിരിക്കുന്ന സകലത്തിനു വേണ്ടിയാണ് ഇന്ന് ഭൂമിയിൽ സ്വസ്ഥതയില്ല, സമാധാനമില്ല. അനേക ഇടങ്ങൾ സ്വസ്ഥതയില്ല. പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ പ്രശ്നങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ തീക്കായി സൂക്ഷിച്ചിരിക്കുന്ന സകലത്തിനു വേണ്ടിയാണ് പ്രശ്നങ്ങൾ. വേദപുസ്തകം പറയുന്നു, 2 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, 2 പത്രോസ് 3-ാം അധ്യായം അതിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം വേറെ 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെ ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവിൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മനസ്സാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. അനേകർ ചോദിക്കാറുണ്ട്, കർത്താവ് വരുന്നു എന്ന് പറയുന്നല്ലോ, പിന്നെ എന്താ വരാത്തെ? എൻ്റെ കർത്താവ് ദീർഘക്ഷമ കാണിക്കുകയാണ്. ഈ ശബ്ദം കേൾക്കുന്ന പൈതലെ, താങ്കൾ യേശുവിനെ കണ്ടുമുട്ടിയില്ല എങ്കിൽ യേശുവിനെ കണ്ടുമുട്ടുവാൻ ഒരവസരം കൂടെ ദൈവം തരികയാണ്. കർത്താവ് ദീർഘക്ഷമ കാണിക്കുകയാണ്. താങ്കളും കൂടെ കർത്താവിൻ്റെ രാജ്യത്തിൽ കൊണ്ടുപോകാൻ കർത്താവ് ദീർഘക്ഷമ കാണിക്കുന്നത് എന്നേ ഉള്ളൂ. എല്ലാവരും രക്ഷപ്പെടുവാൻ, എല്ലാവരും കർത്താവിനെ കണ്ടുമുട്ടാനാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടണം. ദൈവം ആഗ്രഹിക്കുന്നതാണ്, ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ദൈവം ഇച്ഛിച്ചിട്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. ദീർഘക്ഷമ കാണിക്കുകയാണ് എല്ലാവരോടും. എൻ്റെ കർത്താവ് ദീർഘക്ഷമ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനുവേണ്ടി ഒരിക്കൽ കൂടെ ഒരു അവസരം തരികയാണ്. കർത്താവിൻ്റെ വചനം കേട്ട് മാനസാന്തരപ്പെടാൻ എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ പൈതലെ, ഈ ഭൂമിയിൽ സകലതും തീക്കായി സൂക്ഷിച്ചിരിക്കുമ്പോൾ ഇവയ്ക്ക് മുകളിൽ സൃഷ്ടാവാകുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ ആരെ ആരാധിക്കണം? സൃഷ്ടിയല്ല, സൃഷ്ടിച്ച ദൈവത്തെ. റോമർക്കെഴുതി ലേഖനം വായിക്കുമ്പോൾ അതിനകത്ത് വേദപുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നു. റോമർക്കെഴുതി ലേഖനം അതിൻ്റെ 1-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് അപ്പോസ്തലനാകുന്ന പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ 1:21 എഴുതിയിരിക്കുന്നു, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവൻ്റെ ദൈവമെന്ന് ഓർത്ത് മഹത്തീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായിത്തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢന്മാരായിപ്പോയി. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. കണ്ടോ, സർവശക്തനാകുന്ന ദൈവത്തെ ഇഴജാതിയാക്കി, പക്ഷിയാക്കി, നാൽക്കാലിയാക്കി, മനുഷ്യനാക്കി,
കുഷ്ഠരോഗിയാക്കി, ക്ഷയമുള്ള മനുഷ്യനാക്കി, ഇങ്ങനെ വ്യത്യസ്തമായ രൂപങ്ങളിലേക്ക് മാറ്റിക്കളഞ്ഞു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, അവൻ ദൈവമെന്ന് അറിഞ്ഞിട്ട് അവൻ ദൈവമെന്ന് ഓർത്തും അകത്തിയിരിക്കുക. സഹോദരനെ, സഹോദരിയെ, ഈ ശബ്ദം കേൾക്കുന്ന പൈതലെ, സകലത്തെയും സൃഷ്ടിച്ച ഒരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവ് നമ്മൾ ആരാധിക്കുന്ന യേശു ക്രിസ്തു അത്രേ. ഇന്ന് ആ കർത്താവ് ഈ ഭൂമിയിൽ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് സകലതും ദൈവം ഒരു വാക്കുകൊണ്ട് സൃഷ്ടിച്ചു. സകലത്തെയും വിളിച്ചു വരുത്തി. ഒറ്റ ശബ്ദത്തിൻ്റെ മുൻപിൽ ഇന്നീ കാണുന്ന സകലതും വിളിച്ചു വരുത്തി. എന്നാൽ വിളിച്ചു വരുത്തിയ അതേ ദൈവം ഇത് തീക്കായി സൂക്ഷിച്ചിരിക്കുകയാണ്. ഇത് തീ കത്തിപ്പോകും, ഇതൊന്നും കാണുകയില്ല. വേദപുസ്തകം പറയുന്നു, 2 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. കർത്താവ് എങ്ങനെ വരുന്നത്? കള്ളനെ പോലെ. കള്ളൻ വരുന്നത് എന്തിനാണ്? വേസ്റ്റ് മോഷ്ടിക്കാനാണോ? അല്ല. പിന്നെ ഏറ്റവും നല്ലത് മോഷ്ടിക്കാൻ. എപ്പോഴാണ് വരുന്നത്? ആരും ശ്രദ്ധിക്കാത്ത സമയത്ത്, എല്ലാവരും ഉറങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ ആരും ഇല്ലാത്ത സമയത്ത് കള്ളൻ മോഷ്ടിക്കുന്നു, അല്ലേ? അങ്ങനെയെങ്കിൽ യേശു കർത്താവ് തനിക്കായി കാത്തിരിക്കുന്ന തൻ്റെ മണവാട്ടിയെ സ്വീകരിക്കാനാണ് യേശു വരുന്നത്. യേശു കള്ളനെ പോലെ വരും. തൻ്റെ മണവാട്ടിയെ, തൻ്റെ വിശേഷപ്പെട്ട പൈതലിനെ, താൻ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ പൈതലിനെ ചേർപ്പാൻ യേശു വരും. താങ്കൾ ഒരുങ്ങിയിട്ടുണ്ടോ? അടുത്ത വാക്യം വായിക്കുമ്പോൾ, കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും, ഭൂമിയും അതിലുള്ള പണിയും വെന്തുപോകുകയും ചെയ്യും. ഈ ഭൂമി വെന്തുപോകും, അതിലുള്ള പണി മുഴുവൻ വെന്തുപോകും. ഇന്ന് പ്രശ്നങ്ങൾ ഈ ഭൂമിക്ക് വേണ്ടിയാണ്, ഈ ഭൂമിയിലുള്ള പണിക്ക് വേണ്ടിയാണ്. ഈ ലോകത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വർദ്ധിക്കുമ്പോൾ പൈതലെ, ഇതെല്ലാം തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. എന്നാൽ തീക്കായി സൂക്ഷിച്ചു ഇതിനു വേണ്ടിയല്ല. നമ്മുടെ ഓട്ടവും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ നിലവിളിയും തീക്കായി സൂക്ഷിച്ചിരിക്കുന്ന സാധനത്തിന് വേണ്ടിയല്ല, എന്നേക്ക് നിലനിൽക്കുന്നതിന് വേണ്ടി, നശിച്ചു പോകാത്തതിന് വേണ്ടി, ആർക്കും അപഹരിക്കാൻ പറ്റാത്തതിന് വേണ്ടി, ആർക്കും നശിപ്പിക്കാൻ പറ്റാത്തതിന് വേണ്ടി നമ്മുടെ ഓട്ടവും നമ്മുടെ അധ്വാനവും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ എല്ലാം അതിനു വേണ്ടിയായിരിക്കട്ടെ. അതിനകത്ത് എഴുതിയിരിക്കുന്ന ഒന്നുകൂടെ 10-ാം വാക്യം, അതിലെഴുതിയിരിക്കുന്ന 10-ന്റെ 2-ാം ഭാഗത്ത് എഴുതിയിരിക്കുന്നു, അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും, ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കയാൽ, ഇതെല്ലാം അഴിയാൻ വച്ചിരിക്കുകയാണ്, അഴിയാനുള്ളതായിരിക്കുകയാണ്. ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവ ദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തി ഉള്ളവരായിരിക്കണം. എന്നാൽ നാം അവൻ്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ കാണുന്നതെല്ലാം തകർന്നു പോകും. ആകാശം പേപ്പർ ചുരുണ്ടു പോകും. ഇന്നെൻ്റെ ദൈവം ഒരു വാക്കിൻ്റെ പുറത്ത് നിർത്തിയിരിക്കുന്നു. സൂര്യനെ നിർത്തിയിരിക്കുന്നു, നക്ഷത്രങ്ങളെ ദൈവം ആക്കിയിരിക്കുന്നു, സകലത്തെയും ദൈവം ആക്കിയിരിക്കുന്നു, ഗാലക്സിയെ ദൈവം ആക്കിയിരിക്കുന്നു. അതത് പൊസിഷനിൽ നിൽക്കുന്നു. പക്ഷേ ഒരു ദിവസം സകലതും തകരും. ഒരു ദിവസം എൻ്റെ ദൈവത്തിൻ്റെ ശബ്ദത്താൽ ഉളവായ സകലതും തകർന്നു പോകും. ഈ ഭൂമിയിലുള്ളതൊക്കെയും വെന്തുപോകും. ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവ ദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവരായിരിക്കണം. എൻ്റെ കർത്താവിൻ്റെ കൃപയില്ലെങ്കിൽ ഈ വിശുദ്ധ ജീവനവും ഭക്തിയും വരില്ല. സ്നേഹിതരെ, നമ്മൾ എത്ര നോക്കിയാലും വിശുദ്ധ ജീവനവും ഭക്തിയും വരത്തില്ല. നമ്മൾ പുറത്തൂടെ വിശുദ്ധരാകാൻ നോക്കും, ഭക്തി നടിക്കാൻ നോക്കും. അത് ഭക്തിയുടെ ഒരു വേഷം മാത്രമാണ്. യഥാർത്ഥ ഭക്തി വരണമെങ്കിൽ യേശുക്രിസ്തു എൻ്റെ അകത്ത് നിറയുകയും എൻ്റെ ജഡ മനുഷ്യൻ യേശുവിനോടുകൂടെ മരിക്കുകയും ക്രിസ്തു എന്നിൽ നിറയുകയും ക്രിസ്തുവിലൂടെ മാത്രമേ ഈ ഭക്തിയും ഈ ഒരു ജയജീവിതവും നമ്മളിലൂടെ വരണമെങ്കിൽ, ഭക്തി വരണമെങ്കിൽ, വിശുദ്ധ ജീവിതം വരണമെങ്കിൽ യേശു കർത്താവ് നമ്മളിൽ നിറയണം. ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്തില്ലെങ്കിൽ അതങ്ങനെ തന്നെ ഇരിക്കും. ആ ചത്തു എങ്കിലോ വളരെ ഫലം കൊടുക്കും. അപ്പോസ്തലനാകുന്ന പൗലോസ് ഒരിക്കൽ ഇപ്രകാരം ഇങ്ങനെ എഴുതി, ഗലാത്യർ 2:20, ഞാൻ യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, യേശു അത്രേ ജീവിക്കുന്നത്. സ്നേഹിതരെ, നമ്മൾ ജീവിച്ചാൽ നമ്മളിലൂടെ ഒന്നും ക്രിസ്തു ആഗ്രഹിക്കുന്ന ഒരു ഫലവും വരികയില്ല. എന്നാൽ നമ്മൾ യേശുവിൻ്റെ ക്രൂശോട് ചേർന്ന് ക്രൂശിക്കപ്പെടുകയും കർത്താവാകുന്ന യേശു നമ്മളിൽ നിറഞ്ഞ് ഒഴുകുവാനിടയായിത്തീരും. സ്തോത്രം. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പൈതലെ, ഈ ഭൂമിയിലുള്ള സകലതും വെന്ത് തകർന്നു പോകാൻ കാത്തിരിക്കുകയാണ്. ഭൂമിയും ആകാശവും സകലതും വെന്ത്
തകർന്നു പോകും. തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് ആ തീക്കായി സൂക്ഷിച്ചിരിക്കുന്നത്? അത് മറ്റൊരു കാര്യമുണ്ട്. എബ്രായർക്കെഴുതിയ ലേഖനം അതിനകത്ത് എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 26-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് എബ്രായർ 12:26 അവൻ്റെ ശബ്ദം അന്ന് ഭൂമിയെ ഇളക്കി, ഇപ്പോഴും ഞാൻ ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെ ഇളക്കും എന്ന് അവൻ വാഗ്ദത്തം ചെയ്തു. ഇനി ഒരിക്കൽ എന്നത് ഇളക്കമില്ലാത്തത് നിലനിൽക്കേണ്ടതിന് നിർമ്മിതമായ ഇളക്കമുള്ളതിന് മാറ്റം വരും എന്ന് സൂചിപ്പിക്കുന്നു. ഇളക്കമുള്ളത് ഇതെല്ലാം ഇളകിത്തെറിക്കാറായിരിക്കുകയാണ്. എപ്പോൾ വേണം ഇളകിത്തെറിക്കാം. എന്നാൽ ഇവിടെ ഇളക്കമുള്ളതിനെ മാറ്റിയിട്ട് ഇളക്കമില്ലാത്തൊരു രാജ്യം സ്ഥാപിക്കാനാണ് ഇതെല്ലാം തകരുന്നത്. അടുത്ത വാക്യം പറയുന്നു, ആകാശം ഇളക്കും മാത്രമല്ല ആകാശത്തെ ഇളക്കുമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തു. ഇനി ഒരിക്കൽ എന്നത് ഇളക്കമില്ലാതെ നിലനിൽക്കേണ്ടതിന് നിർമ്മിതമായ ഇളക്കമുള്ളതിന് മാറ്റം വരും എന്ന് സൂചിപ്പിക്കുന്നു. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് ഒരു ഇളകാത്ത രാജ്യം പ്രാപിക്കാൻ പോകുകയാണ്. ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലയോ? ഭക്തിയോടെ ഭയത്തോടെ കർത്താവിൻ്റെ സേവ ചെയ്യുവാൻ, ദൈവം തരുന്ന അവസരങ്ങൾ കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് മാറുവാൻ, ജീവിതം 24 മണിക്കൂറും ക്രിസ്തുവിനായിട്ട് മാറുവാൻ, ക്രിസ്തുവിൻ്റെ ഹിതമല്ലാത്തതൊന്നും വേണ്ട, ക്രിസ്തുവിൻ്റെ ഇഷ്ടമല്ലാത്തതൊന്നും വേണ്ട, യേശുവിൻ്റെ പദ്ധതിയല്ലാത്തതൊന്നും നമുക്ക് വേണ്ട. കർത്താവിൽ നമുക്ക് മറയാം. യേശു അപ്പച്ചൻ്റെ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാം. യേശു നമ്മെ സ്നേഹിക്കുന്നുണ്ട്. ഈ ഭൂമി അത് തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. ഈ ഭൂമിയിലുള്ള സകലതും തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. ഇതെല്ലാം നമ്മൾ കാണേണ്ടത് നശിച്ചു പോകാത്തത് അത്രേ. മറിയയും മാർത്തയുടെയും അടുക്കൽ യേശു വചനം പ്രസംഗിക്കുമ്പോൾ അതിനകത്ത് മാർത്ത വളരെ കലങ്ങുകയാണ്. മാർത്ത പലതിനെയും ചൊല്ലി കലങ്ങി, മനം കലങ്ങിയിരുന്നു. മാർത്ത ഒന്നും യേശു കണ്ടോ, അവൾ എന്നെ സഹായിക്കുന്നില്ല. യേശു പറഞ്ഞു, മാർത്തയെ നീ പലതിനെയും ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്നു. അല്പമേ വേണ്ടു, ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു, അവളിൽ നിന്ന് അതാരും അപഹരിക്കത്തില്ല. അപ്പോൾ മറിയ പ്രാപിച്ചത് അപഹരിക്കാൻ പറ്റാത്തതായിരുന്നു. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പൈതലെ, താങ്കളൊരു പക്ഷേ യേശുവിനായി നിൽക്കുന്ന പൈതലായിരിക്കാം. അപഹരിക്കാൻ പറ്റാത്ത സ്വർഗീയ നന്മ ക്രിസ്തുവിനെ ആണോ പ്രാപിച്ചുകൊടുന്നത്? ക്രിസ്തുവിനുള്ളതാണോ? നമ്മുടെ ദാഹവും നമ്മുടെ ആഗ്രഹവും നമ്മുടെ ആവേശവും ക്രിസ്തുവിനുള്ളതുമാണോ? അതോ അഴിഞ്ഞു പോകുന്ന തീക്കായി സൂക്ഷിച്ചിരിക്കുന്ന ഈ ഭൂമിയിലെ ചിലതിന് വേണ്ടിയാണോ? ഇവയെ സൃഷ്ടിച്ച ദൈവം സകലത്തെ നോക്കിക്കൊണ്ടിരിക്കുന്നു. സകല ചരാചരങ്ങളും ആ ദൈവത്തെ വാഴ്ത്തി വണങ്ങുന്നു. സ്നേഹിതരെ, സൃഷ്ടിച്ച ദൈവത്തെ നമുക്ക് കാണാമോ? ആ കർത്താവിനെ കാണാമോ? കർത്താവിൻ്റെ കൃപയാൽ നിറയാമോ? യേശു 2000 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ആ യേശുവിൻ്റെ രക്തം സകല പാപിയെയും ശുദ്ധീകരിക്കും. പൈതലെ, നീ യേശുവിനെ കണ്ടുമുട്ടാത്ത ആളാണോ? എന്നാൽ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശുവിനോട് പറഞ്ഞ, കർത്താവേ, ഞാൻ അങ്ങേ കണ്ടുമുട്ടിയിട്ടില്ല, സത്യത്താൽ എന്നെ സ്വതന്ത്രമാക്കണമേ. സത്യം നിങ്ങൾ അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. ആ സത്യമാകുന്ന യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ. ആ സത്യ ദൈവത്തെ നോക്കി ആ ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് ഏത് പാവി വന്നാലും, യേശു എനിക്ക് വേണ്ടി മരിച്ചു, യേശു എനിക്ക് വേണ്ടി തകർന്നു, എൻ്റെ യേശുവിൻ്റെ രക്തം സകല പാപം പോക്കുമെന്ന് ഏത് പാവി കർത്താവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ വന്ന് ആ രക്തത്തിൽ ആശ്രയിച്ചാലും കർത്താവ് കൈവിടുകയില്ല. ആ രക്തം കൊണ്ട് കഴുകും. എൻ്റെ ശബ്ദം കേൾക്കുന്ന പൈതലെ, നീ ഇതുവരെ യേശുവിനെ കണ്ടുമുട്ടാത്ത ആളാണോ? യേശുവിൻ്റെ രക്തം താങ്കളെ കഴുകി ശുദ്ധീകരിച്ച് ഒരു അനുഗ്രഹത്തിൻ്റെ പൈതലാക്കി പുറത്തെടുക്കുവാൻ മതിയായതാണ്. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പൈതലെ, നീ കർത്താവിൻ്റെ കൂടെ നടക്കുന്ന ആളാണോ? ലോകത്തിന് വേണ്ടിയുള്ളതിനോട്, ഈ നശിച്ചു പോകുന്നതിന് വേണ്ടിയുള്ള പ്രയത്നവും ഓട്ടവും ആണോ? അതോ നിലനിൽക്കുന്ന, ആർക്കും അപഹരിക്കാൻ പറ്റാത്ത, ആർക്കും നശിപ്പിക്കാൻ പറ്റാത്ത, ആർക്കും തകർത്ത് കളയാൻ പറ്റാത്ത ഒന്നിനു വേണ്ടിയാണോ? അതോ ഇവിടെ നശിക്കുന്നതിന് വേണ്ടിയാണോ? ഭൂമിയിലെ ജീവിതത്തിൽ മരണത്തോട് അവസാനിക്കുന്ന, നമുക്കൊന്നും കൊണ്ടുപോകാൻ പറ്റാത്തതിനോടാണോ നമ്മുടെ ആർത്തിയും നമ്മുടെ വെപ്രാളവും നമ്മുടെ സകലതും അതിനു വേണ്ടിയാണോ? അതോ എന്നേക്കും നിലനിൽക്കുന്ന, ആർക്കും അപഹരിക്കാൻ പറ്റാത്തതിനോടാണോ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഈ ഭൂമി അഴിഞ്ഞു പോകും, ആകാശം അഴിഞ്ഞു പോകും, ഈ കാണുന്നതെല്ലാം അഴിഞ്ഞു പോകും. കാണാത്ത ഒന്നുണ്ട്, ഇളക്കമില്ലാത്ത രാജ്യം. അവിടെ പ്രവേശിക്കണമെങ്കിൽ ആ കർത്താവിനെ കണ്ടുമുട്ടി, കർത്താവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ, കർത്താവിൻ്റെ ശരീരത്തിൽ, കർത്താവിൻ്റെ
കർത്താവിൻ്റെ വചനത്തിലൂടെ ക്രിസ്തുവിൽ ജീവിക്കുന്ന പൈതങ്ങൾക്ക് മാത്രമേ ആ ഇളകാത്ത രാജ്യം ലഭിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിലും ഇളകാത്ത രാജ്യം പ്രാപിപ്പാൻ ഭയത്തോടും ഭക്തിയോടും ദൈവകൃപയോടും നമ്മളെ കൊണ്ട് കഴിയത്തില്ല. കർത്താവിനെ ആശ്രയിച്ച് ഓരോ നിമിഷവും വിശ്വാസം വർദ്ധിക്കട്ടെ, നമ്മുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ, എൻ്റെ യേശുവിനോടുള്ള ഇഷ്ടം വർദ്ധിക്കട്ടെ, യേശുവിനോടുള്ള സ്നേഹം വർദ്ധിക്കട്ടെ, യേശുവിനോടുള്ള പ്രേമം വർദ്ധിക്കട്ടെ. നമുക്ക് വേണ്ടി മരിച്ച് നമ്മളെ ഇത്രമാത്രം സ്നേഹിച്ച ആ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് ചെല്ലുവാൻ, ആ ക്രൂശിൻ്റെ വെളിപ്പാട് പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലാവരും സഹായിക്കട്ടെ. നമുക്ക് കണ്ണുകളടയ്ക്കാമോ? പ്രാർത്ഥിക്കാമോ? പരിശുദ്ധനെ സ്വർഗീയ രാജാവേ, ആഴമേറിയ തിരുവചനങ്ങൾക്കായി സ്തോത്രപ്പ. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സകല മക്കളെ ദൈവകരങ്ങൾ തരുന്നു. ആരെല്ലാം ഏതെല്ലാം ഭാരത്തോടെ കർത്താവെ ആയിരിക്കുന്നു, അവരുടെ ഭാരങ്ങളും പ്രയാസങ്ങളെല്ലാം മാറിപ്പോട്ടെ. കർത്താവെ, അഴിഞ്ഞു പോകുന്നതിനായിട്ടല്ല, അഴിയാതെ എന്നേക്കും നിലനിൽക്കുന്നതിനായി കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിപ്പാൻ സ്വർഗ്ഗം സഹായിക്കണം. ഈ ഭൂമിയും അതിലുള്ളതെല്ലാം തകർന്നു പോകാൻ തീക്കായി സൂക്ഷിച്ചിരിക്കുമ്പോൾ കർത്താവെ, ആർക്കും അപഹരിക്കാൻ പറ്റാത്ത യേശുവിനെ ഞങ്ങൾ പ്രാപിച്ചുകൊണ്ട് ക്രിസ്തുവിൽ നിലനിന്ന് ക്രിസ്തുവിന് പ്രസാദമുള്ളത് ചെയ്ത് കർത്താവിൻ്റെ വരവ് വരെ അന്ത്യം വരെയും കർത്താവിനായി നിലനിൽക്കുവാൻ വേണ്ട ശക്തിയും കൃപയും തരണമേ. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കളും തരുന്നു. കർത്താവിനെ കണ്ടുമുട്ടാത്ത മക്കളാണെങ്കിൽ യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകി അവരെ ശുദ്ധീകരിച്ച് ജീവിതത്തിനകത്ത് വലിയൊരു വ്യത്യാസം കൊടുക്കണമേ അപ്പ. കർത്താവെ, പിന്മാറ്റക്കാരാണെങ്കിൽ മടക്കി വരുത്തണമേ. കർത്താവ്, ഈ ലോകത്തിന് വേണ്ടി അറിയാതെ ഓടിക്കൊണ്ടിരുന്നവരാണെങ്കിൽ യേശുവപ്പൻ ഓടുക, യേശുവപ്പനായിട്ട് ആർക്കും അപഹരിക്കാൻ പറ്റാത്തതിനെ പ്രാപിക്കുവാൻ തക്കതായ കൃപയും പരിജ്ഞാനവും സകല മക്കളുടെ മേലും പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്തോടെ ഈ ശബ്ദം ശ്രദ്ധിക്കുന്നവർ, ഭാരത്തോടെ ശബ്ദം ശ്രദ്ധിക്കുന്നവർ, ആശ്വാസമില്ലാതെ ശബ്ദം ശ്രദ്ധിക്കുന്നവരെ എല്ലാവരെയും യേശുവിൻ്റെ കരങ്ങൾ തരുന്നു. അങ്ങ് തൊട്ട് പിടിവിക്കും. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.